प्यारे दोस्तों, आदाब। आज हम चर्चा करेंगे एक नई कहानी जो 5वीं जमात की दरसी किताब में शामिल है। तो चलिए शुरू करें। दोस्तों, ये एक तस्वीरी कहानी है जो आपकी 5वीं जमात की दरसी किताब में शामिल है। പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിത്രകഥയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിൽ ഈ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. तो चलिए शुरू करें. ओके, നമുക്ക് ആരംഭിക്കാം. तालाब में 2 मेंढक रहते थे. एक दिन पानी में 2 खंभे नजर आए. दोनों मिलकर एक बैल लाई. बैल को खंभों से बांधकर एक झूला बनाया और दोनों उसमें झूलने लगे. अचानक दोनों मेंढक आसमान पर उड़ने लगे. दोनों डर गए और समझ गए कि वो खंभे नहीं थे, बगुले के 2 पैर थे. ओके കൂട്ടുകാരെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. तालाब में 2 मेंढक रहते थे. तालाब में, तालाब का मतलब है കുളം. 2 मेंढक रहते थे. 2 തവളകൾ താമസിച്ചിരുന്നു. रहते थे. एक दिन, ഒരിക്കൽ, पानी में 2 खंभे नजर आए. पानी में, पानी का मतलब വെള്ളം. 2 खंभे नजर आए. 2 കമ്പുകൾ കണ്ടു. दोनों मिलकर एक बैल लाई. 2 പേരും കൂടി एक बैल लाई, ഒരു വള്ളി കൊണ്ടുവന്നു. बैल को खंभों से बांधकर झूला बनाया. बैल को खंभों से बांधकर एक झूला बनाया. बैल का मतलब है वल्ली. बैल को, ആ വള്ളി, खंभों से बांधकर, ആ കമ്പിൽ കെട്ടിയിട്ട് एक झूला बनाया, ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കി. झूला, ഊഞ്ഞാൽ. और दोनों उसमें झूलने लगे. और दोनों, 2 പേരും, उसमें, ആ ഊഞ്ഞാലിൽ, झूलने लगे, ആടാൻ തുടങ്ങി. अचानक दोनों मेंढक आसमान पर उड़ने लगे. अचानक, പെട്ടെന്ന്, दोनों मेंढक, 2 തവളകളും, ആസ്മാൻ पर उड़ने लगे, ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. ആസ്മാൻ, ആകാശം. दोनों डर गए, 2 പേരും ഭയന്നുപോയി. और समझ गए, പിന്നെ അവർക്ക് മനസ്സിലായി, कि वो खंभे नहीं थे, അത് കമ്പുകളല്ലായിരുന്നു. बगुले के 2 पैर थे. बगुले के 2 पैर थे. ബഗുലയുടെ 2 കാലുകളായിരുന്നു. ബഗുലെ का मतलब കൊക്ക്, കൊച്ച എന്നൊക്കെ പറയാം. अच्छा दोस्तों, ये थी हमारी कहानी मेंढक और बगुले. मेंढक और बगुले की कहानी आपको कैसे लगी? ശരി, ഈ കഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയാലോ? इससे चंद सवालात तैयार कीजिए. ഈ കഥയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയാലോ? ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിന് നിങ്ങൾക്ക് സഹായകമായ ചില ക്വസ്റ്റ്യൻ വേർഡ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാ, കോൻ, കഹാ, कैसे, ക്യോं, കിത്ന. ക്യാ, എന്ത്. കോൻ, ആര്. കഹാ, എവിടെ. कैसे, എങ്ങനെ. ക്യോं, എന്തുകൊണ്ട്. കിത്ന, എത്ര. ഇവിടെ ഒരു ഉദാഹരണവും കൊടുത്തിട്ടുണ്ട്. മേണ്ടക് ക്യോं ഡർ ഗയേ. മേണ്ടക്ക് എന്തിനാ പേടിച്ചത്. ഇതുപോലെ നിങ്ങൾ ഈ കഥയുമായി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ്, ചില ചോദ്യങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. तो ठीक है दोस्तों, एक नई वीडियो के साथ हम फिर से मिलेंगे. तब तक शुक्रिया. खुदा हाफिज़.